ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സായാഹ്നത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സൂറ ഇസ്രായിൽ പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. നിശ്ചയം ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്ക് മാർഗദർശനം നൽകുന്നു. മനുഷ്യന് മാർഗദർശനമായി അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ വേദഗ്രന്ഥമായ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്ത സന്തോഷവേളയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു അവസാനമല്ല. നമ്മുടെ മക്കളും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ ഖുർആനും തമ്മിലുള്ള ശക്തമായ ആത്മബന്ധത്തിൻ്റെ ഒരു തുടക്കം കുറിക്കലാണിത്. ഇനിയും അവർക്ക് ഖുർആനിനെ പറ്റി ഒരുപാട് മനസ്സിലാക്കാനും പഠിക്കാനും അവരുടെ ജീവിതത്തിലുടനീളം അത് പ്രാവർത്തികമാക്കാനും സാധിക്കുമാറാകട്ടെ. 3 വർഷം മുമ്പ് ഈ കുരുന്നു മക്കളെ ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉത്കണ്ഠകളും ആശങ്കകളും ഉണ്ടായിരുന്നു. ഇന്ന് 3 വർഷത്തിന് ശേഷം അവരുടെ ഹൃദയങ്ങളിൽ ഖുർആനിനെ വിളിച്ചിരുത്തി ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഇവിടെ ഞാനടക്കമുള്ള രക്ഷിതാക്കൾ ഇന്ന് ഈ ഖതം പൂർത്തിയാകുന്നതിൽ എൻ്റെ മകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാനടക്കമുള്ള രക്ഷിതാക്കളുടെ ബാധ്യത തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നാളെ മുതൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളുടെ കൂടെ ഇല്ല. അവരുടെ ദൗറ ചെയ്യിക്കാനും അല്ലെങ്കിൽ അവരുടെ ഹിഫ്ള് എവിടെ എത്തിയെന്ന് നോക്കാനും. ഇനി ഇൽമ് പകർന്നു നൽകുക എന്നുള്ളത് മാത്രമല്ല രക്ഷിതാക്കൾ എന്ന രീതിയിൽ നമ്മുടെ ബാധ്യത. നേടിയെടുത്ത ഇൽമിനെ അവരുടെ ജീവിതത്തിൽ ഉടനീളം പകർത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അവരുടെ എല്ലാ ദൈനംദിന ജീവിതങ്ങളിലും അവർ പഠിച്ച അദ്കാറുകളും ആദാബുകളും അവരുടെ ജീവിതത്തിൽ കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആ ആണ് കൺകുളിർമയുള്ള സന്താനങ്ങളെ നൽകണേ എന്നുള്ളത്. ബാല്യകാലം എപ്പോഴും നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്നതാണ്. എന്നാൽ അത് യൗവനത്തിലേക്കും കൗമാരങ്ങളിലേക്കും എത്തിപ്പെടുമ്പോൾ ആ കുളിർമ മങ്ങി പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അള്ളാഹു മനുഷ്യർക്ക് ഇറക്കി തന്ന വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. നമ്മുടെ ജീവിത ഘട്ടങ്ങളിൽ എല്ലാ ഘട്ടങ്ങളിലും ആ ഖുർആനിനെ പൂർണ്ണമായും അംഗീകരിച്ചു കൊണ്ടാകണം നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെയും നമുക്കും നമ്മുടെ പരലോക ജീവിതവും നന്നാക്കിയെടുക്കാൻ സാധിക്കും. അൽഫിത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലക്ഷ്യം വെക്കുന്നതും അതുതന്നെയാണ്. ഇൽമ് പകർന്നു നൽകുക എന്നുള്ളത് മാത്രമല്ല, അത് തർബിയത്തോടു കൂടി അവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അവരുടെ ജീവിത ശൈലിയെ സംസ്കരിക്കുക എന്നുള്ളതാണ് അൽഫിത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മളും നമ്മുടെ രക്ഷിതാക്കളും അതിനു വേണ്ടി പ്രയത്നിക്കണം. ഞാൻ അധികം നീട്ടുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അൽഫിത്ര അക്കാഡമിക് പ്രിൻസിപ്പൽ അനസ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനിയായ കൗൺസിലർ ഫസ്ന ഷംസുദ്ദീനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ ആദ്യമായി അൽഫിത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപകമായതിൻ്റെ 2ാം വർഷം തന്നെ നമ്മുടെ പ്രദേശത്ത് അൽഫിത്ര സ്ഥാപിതമാകാൻ കാരണമായത് നിയാസ് കെയിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യപൂർവ്വം അദ്ദേഹത്തിൻ്റെ പ്രയത്നം മൂലമാണ് നമ്മുടെ ഈ പ്രദേശത്ത് അൽഫിത്ര സ്ഥാപിതമായത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എല്ലാ സൽക്കർമ്മ പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ മുൻനിരയിൽ നിൽക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ആവശ്യഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ബഹുമാന്യനായ നൗഫൽ കയെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ ആയിഷ മേമിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കളും കുട്ടികളും എൻ്റെ സഹപ്രവർത്തകരും എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ പ്രോഗ്രാം വിജയകരമാക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ഞങ്ങളുടെ ഇസ്ലാഹി സെൻറ്റർ ഭാരവാഹികൾ, ഈ വേദിക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അവരാണ്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് വിസ്മരിച്ചു കൂടാനാകാത്ത ചില വ്യക്തിത്വങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രിയങ്കരനായ പണ്ഡിതൻ
മർഹൂം സയ്യിദ് ഫാറൂഖി സർ, അദ്ദേഹത്തെയും ഞങ്ങൾക്ക് ഈ ഇൽമ പകർന്നു നൽകിയ ഞങ്ങളുടെ ഷേഖന്മാർ, അവരിൽ ജീവിച്ചിരിക്കുന്നവരും രോഗശയ്യയിൽ കിടക്കുന്നവരും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയവരുണ്ട്. നാഥ, അവരുടെ കർമ്മങ്ങൾ നീ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകണേ. ഖുർആനിനെ നെഞ്ചേറ്റി അതനുസരിച്ച് ജീവിക്കുന്ന വരും തലമുറകളായി നമ്മുടെ മക്കളെയും ഞങ്ങളെയും നീ ജീവിക്കാൻ വേണ്ട തൗഫീക്ക് നൽകണേ നാഥ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.